കൊല്ലം ജില്ലയിൽ കുടിവെള്ളം ലഭിക്കാതെ 2 പഞ്ചായത്തിലെ ജനങ്ങൾ. കേരളപുരം കോവിൽമുക്ക് ഭാഗത്താണ് കുടിവെള്ളം കിട്ടാതെ പ്രദേശവാസികൾ വലയുന്നത്. കുടിവെള്ള പദ്ധതി പ്രകാരം ലഭിച്ച കണക്ഷനുകളിൽ നിന്ന് കാറ്റു മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ജനങ്ങളുടെ പരാതി. ഇളമ്പല്ലൂർ പഞ്ചായത്ത് 1-ാം വാർഡിലും കൊറ്റക്കര പഞ്ചായത്ത് 8-ാം വാർഡിലുമായി കേരളപുരം കോവിൽമുക്ക് ഭാഗത്തെ പ്രദേശവാസികളാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. വെള്ളം വന്നിട്ട് ഒത്തിരി നാളായി. ഞങ്ങൾക്ക് വെള്ളം വേണം, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വെള്ളം തരണം. ഇവിടെ ദൂരെയൊക്കെ പോണം വെള്ളം എടുക്കാൻ. പക്ഷെ 2 സൈഡിൽ നിന്നും വെള്ളം കിട്ടുന്നില്ല. ഇവിടെ വാൾവ് വെച്ചിട്ട് പൂട്ടി ഇങ്ങനെ വെച്ചേക്കുക, ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടത്തില്ല. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്ക് കുറച്ചു നേരം വരും, പിന്നെ അത് കഴിയുമ്പോൾ കാണത്തില്ല. വാട്ടർ അതോറിറ്റിയുടെ കുണ്ടറ, കൊട്ടിയം മേഖലകളിൽ നിന്നാണ് ഇവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. പഞ്ചായത്ത് പൈപ്പുകളിൽ ഏറെ നാളുകളായി വെള്ളം വരുന്നില്ല. മിക്കവരും പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തു. ജൽജീവൻ കുടിവെള്ള പദ്ധതി പ്രകാരം ലഭിച്ച വാട്ടർ കണക്ഷനുകളിലും വെള്ളത്തിന് പകരം വായു മാത്രം. പഞ്ചായത്തിന്റെ ജൽജീവൻ പദ്ധതികളുടെയും വാട്ടർ കണക്ഷന്റെ മീറ്ററുകളും ബോക്സുകളും ചെളി കയറി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ക്യാൻസർ രോഗികൾ, മറ്റ് കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ, വയോജനങ്ങൾ തുടങ്ങിയവർ തിങ്ങിപ്പാർക്കുന്ന മേഖലയും ഇതിൽ ഉൾപ്പെടുന്നു. അവരെ കണക്ഷൻ കൊടുത്തിട്ട് അവരെ 2-3 ആഴ്ച വെള്ളം വന്ന് അത് കഴിഞ്ഞാൽ വെള്ളം പറ്റില്ല. രാത്രി പാരാത്രിക്ക് 12 മണിയാകുമ്പോൾ കുറച്ച് വെള്ളം വരും, പിന്നെ വെള്ളം നിൽക്കില്ല. എനിക്കൊന്നും ജോലിയില്ല, എന്റെ മക്കളൊക്കെ എന്തെങ്കിലും ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അയാളെ ഈ വെള്ളം നമുക്ക് വരുന്നേ ഇല്ല, ഒന്നുമില്ല. ദിനംപ്രതി 600 രൂപ ചെലവാക്കി വെള്ളം വാങ്ങിക്കുകയാണ്. ഇത്രയും വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരുന്നതിനാൽ ശരീരം കഴുകി വൃത്തിയാക്കുന്നത് പോലും ആഴ്ചയിൽ 1 തവണയായി കുറച്ചു എന്ന ദുരിത കഥയാണ് ജനങ്ങൾ പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഇന്നാട്ടുകാർക്ക് കുടിവെള്ളം കൂടി വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം താങ്ങാൻ കഴിയുന്നതിലും അധികമാണ്. കുറെ നാളായി സുഖമില്ലാതെ കിടക്കുക. ഞങ്ങൾ ഭാര്യയും ഭർത്താവിനും സുഖമില്ലാത്തതാണ്. ഞങ്ങൾക്ക് തീരെ വെള്ളമില്ല ഇവിടെ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വെള്ളത്തിനൊരു പരിഹാരം കണ്ടെങ്കിലേ പറ്റൂ. കാശ് കൊടുത്ത് മേടിക്കാനുള്ള നിവൃത്തിയില്ല. 600 രൂപയോളം വേണം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വരണമെങ്കിൽ. യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ. എനിക്കാണെങ്കിൽ ഈ അസുഖം കാരണം എനിക്ക് പുറത്തു പോയി വെള്ളം എടുക്കാൻ വയ്യ. പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ വാട്ടർ അതോറിറ്റി ജീവനക്കാരോ പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. വേനൽക്കാലമായ ഈ സമയത്തെങ്കിലും അടിയന്തരമായി വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നാണ് അവരുടെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. KB ഗണേഷ് കുമാർ വനം മന്ത്രിയായിരുന്ന സമയത്ത് പത്തനാപുരത്ത് 50 ലക്ഷം രൂപ ചിലവഴിച്ചു നിർമ്മിച്ച ശബരി കുപ്പിവെള്ള ഫാക്ടറി ഒരു തുള്ളി വെള്ളം പോലും വിതരണം ചെയ്യാൻ കഴിയാതെ തകർന്ന് നാമാവശേഷമായി. പ്രത്യക്ഷമായും പരോക്ഷമായും തദ്ദേശീയരായ 200-ൽ പരം ആൾക്കാർക്ക് ജോലി ലഭ്യമാക്കേണ്ടിയിരുന്ന ഫാക്ടറി ദീർഘവീക്ഷണമില്ലാത്ത നിലപാടിലൂടെയാണ് അടച്ചുപൂട്ടേണ്ടി വന്നതെന്നാണ് ആരോപണം. നാട്ടുകാർ ഉത്സവം പോലെ ആഘോഷിച്ചതായിരുന്നു ശബരി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം. പത്തനാപുരം MLAയും അന്നത്തെ വനം വകുപ്പ് മന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു പുന്നല കടശ്ശേരിയിൽ ഈ കുപ്പിവെള്ള ഫാക്ടറി സ്ഥാപിക്കുന്നത്. നിലവിൽ 20 രൂപയ്ക്കാണ് മാർക്കറ്റിൽ കുപ്പിവെള്ളം ലഭിക്കുന്നത്. ഈ ചൂഷണത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശബരിമല തീർത്ഥാടകർക്കുൾപ്പെടെ 10 രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശബരി കുടിവെള്ള പദ്ധതി. ഫാക്ടറിയും ടാങ്കും ഉൾപ്പെടെ അനുബന്ധ സംവിധാനങ്ങളെല്ലാം പൂർത്തിയായെങ്കിലും സാങ്കേതികതയിൽ കുടുങ്ങി പദ്ധതി മുടങ്ങിപ്പോയി. ഇവിടെ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ശേഖരിക്കാനോ വിതരണം ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇനി എന്തായാലും കുപ്പിവെള്ള പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഉയർന്ന പ്രദേശമായ കടശ്ശേരിയിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. പഞ്ചായത്തിൽ നിന്നും ആ സമയങ്ങളിൽ ടാങ്കറിൽ ഇവിടൊക്കെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കടശ്ശേരി പോകുന്നത്. അതുകൊണ്ട് ഈ കെട്ടിടം നശിച്ച് കിടക്കാതെ വനവകുപ്പ് ആ കെട്ടിടത്തിൽ എന്തെങ്കിലും വനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുമായി മുമ്പോട്ട് പോകണം. ഒരുപാട് വനവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ കെട്ടിടം സംരക്ഷിക്കണം. അത് നശിച്ചു പോകാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. കുപ്പിവെള്ള ഫാക്ടറി ഇവിടെ സ്ഥാപിച്ച് 15 വർഷം പിന്നിടുമ്പോൾ MLAയോ വനം വകുപ്പോ സംസ്ഥാന സർക്കാരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതിയുണ്ട്. ഫാക്ടറി പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപനം വനം വകുപ്പിന്റെ അധീനതയിലുള്ള മറ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്നോ ആവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങളും സമരങ്ങളും നടന്നിട്ടും പ്രയോജനമുണ്ടായിട്ടില്ല. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.